പിന്നെ വേറെന്താ സാധനങ്ങൾ. ഹലോ ഗൈസ്, ഞങ്ങളെല്ലാവരും ഒരു സ്ഥലം വരെ പോവാണ്. ഇവിടെ പറയാം. ഇതാണ് ഗൈസ് അർമേനിയൻ ടെക്നോളജി ബസ്. നമുക്ക് ഇവിടെ കാണാൻ നോക്കും. നമ്മൾ ഇങ്ങോട്ട് നോക്കുമ്പോഴത്തേക്ക് ആ ബസ് വന്നിരിക്കുകയാണ് ഗൈസ്. സ്റ്റോപ്പത്തിയാണ് ഗൈസ്. നീ കുറച്ച് നടക്കണം. ഇനി ബാക്കി ലിപ് കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. ഹലോ ഗൈസ്, നമ്മൾ എവിടെ കഴിഞ്ഞാൽ നമ്മുടെ നാടിന്റെ ഒരു വൈബ് നമ്മൾ സംഘടിപ്പിക്കണമല്ലോ. ആ സെറ്റാക്കാൻ വേണ്ടി നമ്മൾ തപ്പണം. നമ്മൾ യരവാൻ നമ്മൾ ആകെ കണ്ടെത്തി ഒറ്റ സ്ഥലമേ ഉള്ളൂ. അത് ഇവിടെ ഒരു ചെറിയൊരു പൂളുണ്ട്. നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്ന പരിപാടിയാണ്. സാധനങ്ങളൊക്കെ വാങ്ങാൻ സെറ്റപ്പ് ഒക്കെ ആക്കിയിട്ട് രണ്ടുപേരും മുന്നേ വിട്ടിട്ടുണ്ട്. അവർ കടയിൽ എവിടെയും കാണും. അവരെ കണ്ടെത്തിയിട്ട് ബാക്കി നമുക്ക് കാണാം. അതെ, അതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. ഇവിടെ ഫ്രൂട്ട്സ് ഉണ്ട്, പൂക്കളുണ്ട്, പൂക്കൾ ഒരുപാടുണ്ട്, ശംഭുണ്ട്, അലിക്കുണ്ട്, ഞങ്ങളുണ്ട്. കഴിഞ്ഞ വ്ലോഗിൽ കണ്ട പാർക്കിലൂടെ നമ്മൾ ഇന്നും പോകണം ഗൈസ്. എന്നാലേ കഴിഞ്ഞ വ്ലോഗിൽ കണ്ട പാർക്ക് കാണാൻ പറ്റും. ഇവിടെ സാധാരണ പാവപ്പെട്ട ആൾക്കാർ ഇങ്ങനെ ചെറിയ റോൾസ് റോയ്സും ചെറിയ മറ്റേ നമ്മുടെ പോർഷയൊക്കെ പാർക്ക് ചെയ്യുന്ന സ്ഥലമാണ്. പക്ഷെ ഇന്ന് ആ പാവപ്പെട്ടവരൊന്നും കാണുന്നില്ല. എന്താ സംഭവം അറിയാൻ വയ്യ. പറഞ്ഞ പോലെ പാർക്കിന്റെ ഉള്ളിലൂടെ പൊക്കോണ്ടിരിക്കും. ഈ നാട്ടിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ബെൻസിന്റെ ടാറ്റ സുമോ. അത് ഞങ്ങൾ കാണിച്ചില്ല. ബോലേറോ. ഞാൻ നേരത്തെ പറഞ്ഞ പാവപ്പെട്ടവരുടെ വണ്ടികൾ കുറച്ച് കാണാനുണ്ട് ഗൈസ്. ഒരു പോർഷെ ഉണ്ട്, മേബാക്ക് ഉണ്ട്, പിന്നെ ഒരു ചെറിയ ബൊലേറോ കിടപ്പുണ്ട് അവിടെ. ഇത് കുറച്ചേ ഉള്ളൂ ടാറ്റ സുമോ. സാധാരണ ഒരുപാട് വരേണ്ടതാണ്. ഈ നാട്ടിൽ പാവപ്പെട്ടവർ കൂടുതലുണ്ട്. അധികം ആൾക്കാർ യൂസ് ചെയ്യുന്നത് ബെൻസിന്റെ ടാറ്റ സുമോ ആണ്. പാവങ്ങള്. ഓ ഗൈസ്, നമ്മുടെ വീട്ടിലെ കുറച്ച് ആൾക്കാർ നേരത്തെ പോയെന്ന് പറഞ്ഞാൽ അവരെ അമ്മമാര് ദൂരെ എവിടെന്നോ കണ്ടോണ്ട് വിദൂരത്തിൽ അമ്മമാരുണ്ട്. മൂന്നമ്മമാര് നിരന്ന് നിൽക്കുന്നു ഗൈസ്. ഈ നാട്ടിൽ മൊത്തം വിദേശികളാണ് ഗൈസ്. അയ്യോ, ഇവിടെ മുട്ട അടി ഗൈസ്, മുട്ട അടി. നാട്ടിൽ 3 വിദേശികളെ കണ്ടത് ഗൈസ്. ഹലോ, ഞങ്ങളുടെ ഫുഡ് ഗൈസ്. പിന്നെ വേറെന്താ സാധനങ്ങൾ? കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലത്തെ അതേ സെയിം ഗുഹയാണ് ഗൈസ്. പക്ഷെ ഇപ്രാവശ്യം വ്യത്യാസം ഇവിടെ ഭയങ്കര യൂറിന്റെ സ്മെല്ലുണ്ട്. ഇന്ന് കുറെ ആൾക്കാരുണ്ടെന്ന് തോന്നുന്നു. ഞങ്ങൾ ഗുഹയുടെ അകത്തൂടെ പൊക്കൊണ്ടേ തന്നെ ഇരിക്കുകയാണ് ഗൈസ്. ഇതൊരു അപ്പുറം എത്തിയിട്ടില്ല ഗൈസ്. ഞങ്ങൾ ഒടുവിൽ എത്താറായും ഗൈസ്. ഗൈസ്, ഇതിന്റെ മുകളിൽ കൂടെ ചാടിയപ്പോഴാണ് എനിക്ക് ചീത്തകളി കേട്ടത് ഗൈസ്. ഞങ്ങൾ എത്തിയിരിക്കുകയാണ് ഗൈസ്. നമ്മളിപ്പോൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് ഒരു അബാൻഡൻ ചെയ്ത പാർക്കിലേക്കാണ്. പണ്ട് കാലത്ത് ഭയങ്കരമായ സംഭവമാണെന്നാണ് തോന്നുന്നത്. പക്ഷെ ഇപ്പോൾ ഇവിടെ മനുഷ്യന്മാരും വരാറില്ല. കഴിഞ്ഞ വീട്ടിലുള്ള അതേ സ്റ്റെപ്പുകൾ അതേ വഴിയാണ് ഗൈസ്. വെള്ളം നല്ലപോലെ ഉണ്ട്. വീണ് കഴിഞ്ഞാൽ കഴിഞ്ഞ പരിപാടി. അലീക്ക അതാ വീഡിയോ എടുക്കുന്നു. യൂട്യൂബറാണ് ഗൈസ്. എന്റെ എളിമയാണ് കണ്ടോ. ഇത് വലിയ യൂട്യൂബറാണ്. ഇത് വേണോ അത് മതി. ഇതൊരു ഞാൻ അന്ന് വന്നതിലും വെള്ളം കയറി കഴിച്ചു. പക്ഷെ ഇച്ചിരി വെള്ളം ക്ലിയർ ആയിട്ടുണ്ട് കേട്ടോ. അവിടെ അപ്പം വേരുവെള്ളം നിൽക്കുന്നുണ്ട്. പിന്നെ വേണ്ട വെള്ളം ഒരുപാട് മുകളിലോട്ട് കയറിയിട്ടുണ്ട്. ഓ ഞാനൊരു നരൻ, പുതുജന്മം നേടിയ നരൻ. ഓ നരൻ. ഭയങ്കര രൂക്ഷമായ പ്രശ്നമാണ് കഴിച്ചിട്ടുള്ളത്. നിബൂസുരും മാഹിനോടുണ്ട്, സ്റ്റഫ്സ് ഉണ്ട് നമ്മുടെ കയ്യിൽ. വെള്ളം ഇത്രയും കയറിയിരിക്കുകയാണ് ഗൈസ്. എന്തല്ലേ കൊച്ചക്കായിട്ടാണ് ഇതുവരെ കളിപ്പിക്കുക. ഗൈസ്, നാട്ടിലെ വൈബ് നോക്കാൻ വേണ്ടി വന്നതാണ്. നാട്ടിൽ വൈബ് സെറ്റ് ആയിട്ടുണ്ട്. ദേ നാട്ടിലെ വെള്ളപ്പൊക്കത്തിന്റെ സീൻ്റെ അതേ അവസ്ഥയായിട്ടുണ്ട്. അങ്ങനെ വൈബും സാധനമൊക്കെ സെറ്റായിട്ട് ഇരിക്കാനുള്ള സ്ഥലം അന്വേഷിച്ച് നടക്കാനിരിക്കുകയാണ് ഞങ്ങൾ. റെഡി. മുടി നനയ്ക്കാൻ വയ്യ, അതുകൊണ്ട് മുടി നനയ്ക്കാണ്ട് ഒരു സാധനം ക്യാപ്പൊക്കെ ഇട്ടിട്ടുണ്ട്. നല്ലൊക്കെ വേണം എടുക്കും. ഗവന്മാര് പോയിട്ടുണ്ട്. അന്നത്തേലും തണുപ്പ് കുറവാണ് ഗൈസ്. ഇടയ്ക്ക് അന്നത്തേലും തണുപ്പ് കുറവാ ശരിക്കും. ഭയങ്കര തണുപ്പാണ് ഗൈസ്. ഇതോ പോകുന്നു ഗൈസ്. നീ പോകുന്നുണ്ട്. ക്യാമറമാൻ ശശിയോടൊപ്പം അഭിമന്യു. നമ്മൾ കുളത്തിന്റെ പുറത്ത് ഇറങ്ങുമ്പോൾ വെള്ളത്തിന് കയറിയെന്ന് പറയണം, വെള്ളത്തിന് ഇറങ്ങിയെന്ന് പറയണം. അതിന് കം ചെയ്യും. ഞങ്ങൾ എല്ലാവരും കൂടെ സംസാരിച്ചിരിക്കുകയാണ്. നല്ലതാണ്. പേരെന്തുവാ?
ചൗച്ചോ ഗൈസ്, ദിസ് ഈസ് ചൗച്ചോ ഗൈസ്. ഹൂ നോസ് അബൌട്ട് ചൗച്ചോ? കമന്റിൽ ഇടൂ ഗൈസ്. ചൗച്ചോ അറിയാമെങ്കിൽ യെസ് ഇടൂ, അയ്യോ ഇല്ലെങ്കിൽ നോ ഇടൂ. കണ്ണ് ചുവന്നത് കണ്ടോ? നമ്മൾ ഉണങ്ങാൻ വേണ്ടി അപ്പുറത്ത് പോവാണ് ഗൈസ്. ഇവിടെ ഫ്രീ ആയിട്ട് നമുക്ക് വർക്കൗട്ട് ചെയ്യും ഗൈസ്. ഞാൻ ആലോചിച്ച് നല്ല വണ്ടിയൊക്കെ കിടക്കുന്നത്. പിന്നെയാണ് അരിക്ക പറയുന്നത് ഇത്രയും കാശ് ഉണ്ടായിട്ടാണ് ഇവന്മാർ ഇവിടെ ഫ്രീ ആയിട്ട് ഈ വർക്കൗട്ടും ചെയ്യാനൊക്കെ വരുന്നത്. കൊല്ലം ഫീരികളാ. ഫോണിന്റെ വെള്ളം കയറിയ മാറാൻ വേണ്ടി ഫോൺ ഹീറ്റാക്കുന്നു. വെള്ളം കയറുന്നത് മാറ്റാൻ വേണ്ടി ഫോൺ ഇട്ടാക്കുന്നു. ഇതോ ഗൈസ്, നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ അപ്പന്മാര് കമ്പും കുത്തി കിടക്കും. ഇവിടെ ആണ്ടെ വിഷപ്പെടുക്കുന്നുണ്ടോ സീൻ തന്നെ പപ്പനൊക്കെ. ഇതോ ഗൈസ്, പുലി പോലെ പോയമാര് കിളി പോലെ വരും. ഞാനുണ്ട്. ഏതോ ഒരു അലവലാതിന്റെ ഒരു കറുത്ത ഷർട്ട് എടുത്തിട്ട് ബേഗിൽ ഒളിപ്പിച്ചിട്ടേക്കണത്. ഞാനോ? ഞങ്ങൾ തിരിച്ച് നടന്നു നോക്കൊണ്ടിരിക്കുന്നത്. ഒരു 2-3 മണിക്കൂറായി കാണുമായിരിക്കും ഞങ്ങൾ വന്നിട്ട്. മകനുണ്ട്, ബാക്കി എല്ലാവരും മുന്നിലുണ്ട്. പവർ കിട്ടി കഴിച്ചിട്ട് സ്റ്റെപ്പ് കയറാൻ പോവാണ്. ശബരിമല പോലും ഇല്ല കഴിച്ചിട്ട് സ്റ്റെപ്പ്. താങ്കൂ. അൺബോക്സ് ചെയ്യുകയാണ്. ഉളുപ്പുണ്ടോടാ താടാ. നമ്മൾ ഫുഡ് വേസ്റ്റ് ആക്കാൻ പാടില്ല ഗൈസ്. ഇന്നത്തെ പാടം അതാണ്. കഴിച്ചിട്ട് കാണാം ഗൈസ്. ഞങ്ങൾ തിരിച്ച് വീട്ടിൽ പോവാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, സബ്സ്ക്രൈബ് എല്ലാം നിങ്ങളുടെ ഇഷ്ടം. അപ്പം ശരി, ബൈ. ഫസ്റ്റിന്റെ പേര് മാടമ്പിയാണ്. നീ അങ്കി പിന്നെ ലൈവ് ഇട്ടാ മതിയായിരുന്നു. ലാലേട്ടന്റെ മീശ. ഇതൊന്നും കഴിവൊന്നും തോന്നില്ല ഗൈസ്. ചോട്ടാ മുംബൈയിലുള്ള സിനിമ അംബാൻ. അംബാൻ പറഞ്ഞ പടം നിനക്ക് ഓർമ്മയുണ്ടോ? പേരോർമ്മയുണ്ടോ? ഗൈസ്, പുതിയ എൻട്രി മീരയുടെ ദുഃഖവും മുത്തുവിന്റെ സ്വപ്നവും. വിഷം, ശോകം, ഡിപ്രഷൻ. ആ പോരട്ടെ. മുത്തു, മണി, മുത്തു കിട്ടി ഗൈസ്. ഒരു കിട്ടി. എത്ര അക്ഷരമുണ്ട്? കഴിഞ്ഞില്ലേ? അതെ, അവര് ഷായുമാണ്. മരിച്ച്. ഞാനൊരു കാര്യം പറയാം, ഒരു ഹിന്റ് തരാം. പാവല്ലേ നിങ്ങൾ? ആ വാക്ക് ഹിന്ദിയിലും മലയാളത്തിലും ഒന്നാ. രാജകുമാരി. ഒറ്റ രാജകുമാരി. രാജ്യത്തെ രാജാവിന്റെ ഒറ്റ അവനാണ്. കണ്ണുള്ള രാജ്യത്തെ രാജകുമാരന്റെ ഒറ്റ രാജകുമാരൻ. അവന്റെ നക്ഷത്ര കണ്ണുള്ള അവനുണ്ടൊരു രാജകുമാരി. അങ്ങനെ ഞാൻ പറഞ്ഞില്ലല്ലോ. 150 ബ്രെയിൻ സെൽസ് ഉപയോഗപ്പെട്ടു. അനിയൻ, മൂത്തച്ഛൻ, ചേട്ടൻ, കുഞ്ഞമ്മയുടെ മോൻ. ഫസ്റ്റ് സെഗ്മെന്റിന്റെ ഫസ്റ്റ് ലെറ്റർ. പന്തറാക്ക്. പല ഒന്നുകൂടെ പറയും. പലയുധ പലയൂത. പോയിട്ട് ഇനി തിരിച്ചു തരാം. ദേവദത്തൻ തന്നെയല്ലേ? അങ്ങനെ പുല്ലുവെട്ടി പുല്ലെത്തുകാരൻ. അയ്യോ, നാരായണൻ, ദേവനാരായണൻ. പല നീ പുല്ലു നാരായണൻ, ദേവനാരായണൻ. പഴശ്ശി. സെക്കൻഡ് അക്ഷരം ല.
ല പല്ല പുല്ലുമട പല്ല ആ പല്ലയോ ചുണ്ട് പല്ല പഴത്തിൽ ദേവന പല്ലാവൂർ ദേവന ഓ എന്റെ അപ്പൊ എന്നെ പല്ലാവൂർ ദേവന രണ്ടാമത്തെ ഗൃഹഭരണം എന്നാണ്. രണ്ടാമത്തെ സെഗ്മെന്റ് ഗൃഹഭരണം. ധ്യാനം. ഓ സാപ്രൈസ് മഞ്ഞും ചന്ദ്രികയും